എല്ലാരും വന്നിട്ടുണ്ട്, അച്ഛൻ മാത്രമല്ല. എന്റെ അച്ഛൻ ആദ്യമായിട്ട് വരില്ല. ആദ്യമായിട്ട് ഇവരെല്ലാരും ആദ്യമായിട്ട് വരാം. എന്റെ അമ്മ മാത്രമേ ആദ്യം വരാത്തേ ഉള്ളൂ. എല്ലാരും ആദ്യമല്ലേ? ആദ്യം വന്നിട്ടുള്ളൂ. സോറി, ആദ്യം വന്നിട്ടുള്ളൂ. പറഞ്ഞത് തെറ്റിപ്പോയതുകൊണ്ട് എന്താ പറഞ്ഞ? ഞാനൊന്നും കേട്ടില്ല. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. ഇപ്പൊ ഇത്തിരി മറവി കൂടിയിട്ടുണ്ട്. പൈസൊക്കെ ആയി 10-14 പിള്ളേരെയൊക്കെ പോറ്റി നടക്കുന്നു. പൈസ ആയിട്ടില്ല. എല്ലാരോടും ഞാൻ കൂടി കിട്ടി. അപ്പൊ എങ്ങനെ പിള്ളേർ ഗേൾ ഫ്രണ്ട്സ് പിള്ളേര് പിന്നെ ഇതെല്ലാം ഓർത്ത് വെച്ച് ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ പാട്ടുണ്ടല്ലോ, പാട്ട് സൂപ്പറായിട്ട് പാടിയിട്ട് ആ മേളിലൊക്കെ പാടുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കൈയെടുത്ത് അടിച്ചൊക്കെ ഒരു ഏറാണ് അങ്ങോട്ട്. ആ നോട്ട് കിട്ടാൻ വേണ്ടി കൈയെടുത്ത് ഒരു അടി, ആ നോട്ടിൽ പോയി എക്കണിങ്ങനെ അടിച്ചിട്ട് തിരിച്ചു വന്നു. ഇത് എങ്ങനെ പറ്റുന്നിവാനെ? ഇത് ഞാൻ കൈ എറിയണ പോലെ കൈ ഇതെങ്ങനെ ഒരൊറ്റ എറിയ അങ്ങോട്ട്. മാവിൽ എറിയാറുണ്ടോ? മാങ്ങ എറിയാറുണ്ടോ? മാങ്ങ എറിഞ്ഞിട്ടുണ്ടോ? ഒട്ടും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വീട്ടില് മുറ്റത്ത് മാങ്ങ വീണാലല്ലേ മാങ്ങ എറിയാൻ പറ്റുള്ളൂ. അതായത് ഉത്തമ മനസ്സിലായി. മാങ്ങ വീണാലല്ലേ മാങ്ങ എറിയാൻ പറ്റുള്ളൂ. അതിന് മാങ്ങ മക്കളെ മാങ്ങ വീഴിക്കാനായി എറിയേണ്ടത്. അതിന് മാവ് കുലുക്കാനുള്ള ശക്തിയൊന്നും എനിക്കുള്ള. എന്നിട്ട് നീ കുലുക്കണ്ട, കല്ലെടുത്ത് എറിഞ്ഞാ മതി. മാവ് കല്ലെടുത്ത് എറിഞ്ഞാ മാവിന്റെ ഇലയല്ലേ പോലും. ഞാൻ ഉണ്ണു അറിയുമ്പോഴാണ് ഇല പോണേ. ഇല എന്റെ തലയിലേക്ക് ഇടും, അതെടുത്ത് ഞാൻ നിലത്തേക്ക് ഇടും. പട്ടി എറിഞ്ഞിട്ടുണ്ടോ? പട്ടി എറിഞ്ഞാൽ ഒറ്റ കടി അടിക്കും. അതുകൊണ്ട് പട്ടി അറിയത്തില്ല. ഇല്ല. പൂച്ചയോ? പൂച്ചയെ എറിഞ്ഞൊരു ഒറ്റ കടിയും തരും. അതുകൊണ്ട് പൂച്ച തന്നെ അറിയത്തില്ല. അവൻ ആരും എറിയ. നീ നിന്റെ അനിയത്തെ എന്തെങ്കിലും വെച്ച് എറിഞ്ഞിട്ടുണ്ടോ? ഒന്നും വെച്ചിട്ടില്ല. ഒരു പാവാ. ആര്? നീയോ? ഞാനല്ല, അവള്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്തായാലും അവളല്ലേ നീ അടുത്ത പാടാൻ വരുന്നേ. അതന്നെ ഒരു ഭാഗ്യം. എന്താ കാരണമില്ലേ, ഞാൻ കൊറേ നാളോടെ പാടി, പിന്നെ അവളിങ്ങോ ഞാൻ തന്നെ പറഞ്ഞു തന്നെയാ നല്ലത്. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്. അവളിങ്ങോട്ടൊന്ന് എല്ലാം കുളവാക്കും. അത് ഞങ്ങള് നോക്കിക്കൊള്ളാം. മോനിപ്പോ ഇവിടെ ഈ സ്റ്റേജില് ലാസ്റ്റ് സോങ് അല്ലേ പാടിയത് അല്ലേ? അതെ, ഇനിയിപ്പോ വീട്ടിൽ പോവാ എല്ലാരും കൂടെ. എല്ലാരും വീട്ടിൽ പോകുന്ന കൂട്ടത്തിലേക്ക് പോവും. മോൾ ഇവിടെ നിൽക്കും. അമ്മേ അത് പറ്റില്ല. അത് പറ്റില്ല മക്കളെ. എന്തോ അത് പോരേടാ, കുഞ്ഞു പാടട്ടെ കുറച്ച് നാള്. ഇവള് ഞാൻ പറഞ്ഞ വഴിക്ക് അങ്ങ് പാടി വരും. ഇവള് കുഞ്ഞല്ലേ, അപ്പൊ എങ്ങനെ പാടും? ഇപ്പൊ പാടിയതൊന്നും നല്ല പുട്ടുപോലെ പാടിയില്ലേ കൊച്ച്? സൂപ്പറായി പാടി. അവളിപ്പോ ജഡ്ജസിന് മുന്നിൽ പാടിയത് കൊണ്ടാ. വീട്ടിൽ നിന്നൊക്കെ ഒന്നും പാടില്ല. ഞങ്ങളുടെ റൂമിലിരിക്കുമ്പോ ഒട്ടും പാടിയിട്ടില്ല. നല്ല ഉറക്കമായിരുന്നു. അല്ല, അത് എപ്പോഴാ പാടേണ്ടത്? ആ സമയത്താ കുഞ്ഞു പാടുന്നത്. ചുമ്മാ വീട്ടിലിരിക്കുമ്പോ പാടുന്നത് എന്തിനാ? നാട്ടുകാരെ ശല്യപ്പെടുത്താനോ? മക്കളെ നന്നായിട്ട് പാടി. അല്ല മോൻ എന്തിനാ ഈ മൈക്ക് ഫുൾ ടൈം വായായിട്ട് എടുത്ത് പിടിച്ചേക്കുന്നത്? ഇവരൊക്കെ ഈ അങ്കിളുമാര് വായിക്കുമ്പോ അത് കയ്യിലൊക്കെ ചുമ്മാ ഫ്രീ ആയിട്ടൊക്കെ വെച്ചൂടെ? എനിക്ക് കുഞ്ഞു മുതൽ മൈക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. ആണോ? നമ്മുടെ കൗശികയുടെ മണ്ഡലം നമ്മളെ ഇവിടെ ഇരുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചു. അത് കണ്ടിട്ടാണോ നീ പിടിക്കുന്നേ? ദൈവമേ. പിന്നെ ആക്ഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പറക്കും, പറന്നാൽ പിടിക്കും, പിന്നെ തിരിച്ചടക്കും. അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അപ്പൊ ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു മക്കള് പാടിയത് കേട്ടോ. താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു. 5 സ്റ്റാർ. 5 സ്റ്റാർ. 5 സ്റ്റാർ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അല്ല, ഒരു പൂച്ച ഇത് കഴിഞ്ഞിട്ട് നിത്യ ചേച്ചി പറഞ്ഞിട്ടല്ലേ ചോദിക്കാ? സംസാരിക്കണോ? പറയണോ? ഇവാൻകുട്ടാ, എന്തോ നന്നായി പാടി. താങ്ക് യു. മോന്റെ ആക്ഷൻസ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു. അല്ല, എല്ലാം സൂപ്പറാണ്. മോന് എന്താ ചോദിക്കാനല്ലേ അത് പറ.
ഒരു പൂച്ച ഓടി വന്നപ്പോ ഒരു കിറ്റി വീണു. അത് അതിനൊരു ചോദ്യമായിട്ടുണ്ടാക്കും. അതെന്താന്നറിയോ? ഓടി വന്ന് ഒരു കിറ്റി ഒരു കിറ്റി വീണു. അതെന്താന്ന് പറയാൻ പറ്റും? അത് കിറ്റ്കാറ്റ് പോലെ അല്ലേ മോനെ? കറക്റ്റ്. ഓക്കേ, നിത്യ ചേച്ചി പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഓ, കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ സഹോദരൻ ആരാ? കണ്ണിന്റെ സഹോദരനോ? കണ്ണപ്പൻ. അത് കണ്ണിന്റെ അച്ഛൻ. കൃഷ്ണപ്പൻ. ഏത് കൃഷ്ണൻ? കൃഷ്ണമണി അല്ല. പിന്നെന്താ? കണ്ണിന്റെ സഹോദരൻ ആരാണ്? ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാതില്ല. മിനുട്ടി വലിയ ആളല്ലേ? പറ. കൺമണി സഹോദരിയായ കുഴപ്പമുണ്ടോ? അല്ല. പിന്നെ തോറ്റോ? ഇല്ല, തോക്കത്തില്ല. തോറ്റു. ഇല്ല. അത് അറിഞ്ഞൂടെങ്കിലും വാശി. ചിന്തിക്കട്ടെന്ന്. അത് ഉത്തരം പറ. അത് പറങ്ങട്. കണ്ണിന്റെ അയ്യോ, നീ ഇതിന് തലയൊക്കെ അടിക്കുന്നേ. ഇങ്ങനെ അടിച്ചു വരുത്തുകയാണ്. സഹോദരൻ ആരാണ്? ഐബ്രോ. ഇതാരോ അവിടുത്തെ. അല്ലല്ല, ഞാൻ സ്വന്തം ചിന്തിച്ചതാ. വാ വാ ക്യാ ബാത്. ഓക്കെ താങ്ക് യു ചേച്ചി, താങ്ക് യു.